ഒരു അന്വേഷണം നടത്തിയോ? ഈ കോടികൾ ഉണ്ടാക്കിയ ഒരുത്തനെന്താ ഒരു 1.5-2 ലക്ഷം റുപ്യ തേക്ക് മുറിച്ചു കൊണ്ടോണ്ട കാര്യം? അത് ഇൻബോൺ ക്രിമിനൽസ് ഉണ്ടാവും, ഇൻബോൺ കള്ളന്മാര്. അയാൾ ഇനി കോടീശ്വരനായാലും ഒരു ഓഫീസിൽ കയറിയിരുന്നാല് ആ മേശപ്പുറത്ത് നല്ലൊരു പേന കണ്ടാല് അടുത്ത് കീശിൽ വെക്കും. അത് ഇൻബോൺ ക്രിമിനൽസാ, കള്ളന്മാരാ. അതിൽപ്പെട്ടവനാണ് ഈ സുജിത് ദാസ്. മനസ്സിലായ ഞങ്ങള്? ഇത്രയും കോടി ഉണ്ടാക്കി എനിക്കറിയാം, അതിന് കണക്കും കൊടുത്താ. അപ്പൊ പിന്നെ ഓഫീസിന്റെ മുറ്റത്ത് കിടക്കുന്ന തേക്ക് മറ്റു 4 മരം വിറ്റപ്പം അതിന്റെ കൂട്ടത്തിൽ മുറിച്ചുകൊണ്ടേ എന്റെ കാല് പിടിച്ച് വീഴാൻ നിങ്ങൾ കണ്ടതാണല്ലോ. സാറേ 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 30 കൊല്ലത്തെ സർവീസ് ഉണ്ട്, എന്തും ചെയ്യാം, സാറ് പറഞ്ഞ അടിമപ്പണി എടുക്കാം, എനിക്കെന്താന്ന് ഒന്നോർത്തുകൂടിയിരുന്നോ? ആ കേസൊന്ന് അന്വേഷിച്ചോ? ആ മരം മുറിച്ച കരാറെടുത്ത കോൺട്രാക്ട് എടുത്ത വ്യക്തിയായിട്ട് 1 കിലോമീറ്റർ അപ്പുറത്താ. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പം SP ഓഫീസിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ വരാം, ഞാൻ മുറിച്ച മരം കുറ്റി ഞാൻ കാണിച്ചു വരാം. SP ഓഫീസിൽ നിന്ന് SP ക്യാമ്പ് ഓഫീസിലേക്ക് 700 മീറ്ററേ ഉള്ളൂ. അയാളെ കൊണ്ടുപോയില്ലല്ലോ. കൊണ്ടുപോയാലെന്താ? കേസ് തെളിയും. ഈ ജാതി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. അതിനെ PV അൻവർ ചോദ്യം ചെയ്തത്. ഇപ്പൊ വയനാട്ടിൽ ഇന്നത്തെ പത്രത്തിലെ വാർത്ത നിങ്ങൾ നോക്കൂ. എന്തൊരു അക്രമാണ് ഈ പിണറായി കാണിക്കുന്നത്. ഒരു കരുണ ആ മനുഷ്യരോടുണ്ടോ? 2ാമത്തെ മഴ വർഷം ആരംഭിച്ചു. 403 കുടുംബങ്ങളാണ് സർക്കാർ കണക്കിലുള്ളത്. 776 കോടി റുപ്യ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി